ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നവീൻ. എല്ലാവർക്കും നമ്മുടെ ചാനലായ ബ്രേക്ക് ആൻഡ് റൈഡിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ കേദാർനാഥ് ബദ്രിനാഥ് യാത്രയുടെ 4ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡുകളായി നമ്മൾ കേദാർനാഥ് യാത്രയുടെ വിശേഷങ്ങളാണ് കണ്ടത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേദാർനാഥിൽ നിന്നും ബദ്രിനാഥ് പോകുന്ന യാത്രയുടെ വിശേഷങ്ങളാണ്. കേദാർനാഥിൽ നിന്ന് ബദ്രിനാഥിലേക്ക് ഏകദേശം ഒരു 218 കിലോമീറ്ററോളം ഉണ്ട്. കേദാർനാഥിൽ നിന്നും ബദ്രിനാഥിലേക്ക് പോകുന്ന വഴി ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞ മാതിരി കുറച്ച് ടഫായിരുന്നു. കാരണം ഞങ്ങൾക്ക് അത്യാവശ്യം മഴ കിട്ടി, അതുകൂടാതെ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. പിന്നെ റോഡുകളുടെ സൈഡിലുള്ള ബാരിക്കേഡൊക്കെ കുറവായിരുന്നു. കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇടുങ്ങിയ വഴികളായിരുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ സൈഡ് കൊടുക്കാനുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ അപകട സാധ്യതകളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കേദാർനാഥിൽ നിന്ന് ബദ്രിനാഥിലേക്കുള്ള റൂട്ട് അതിഗംഭീരമാണ്. കാരണം ചോപ്ത എന്ന് പറയുന്ന സ്ഥലം, അതായത് ഉത്തരാഖണ്ഡിലെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന തുംഗനാഥ് ട്രക്കിങ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൂടാതെ ജോഷിമഠിൽ ശങ്കരാചാര്യ സ്ഥാപിച്ച മഠങ്ങളിൽ ഒന്ന് ഇവിടെയാണ്. ബദ്രിനാഥിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമാണിത്. യാത്രാമാർഗ്ഗങ്ങൾ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ടാക്സി, ഷെയർ ടാക്സി ബസ്സൊക്കെ അവൈലബിൾ ആണ്. അത് ഉത്തരാഖണ്ഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്സുകൾ പ്രധാന നഗരങ്ങളിൽ നിന്ന് സർവീസ് നടത്തുന്നുണ്ട്. കേദാർനാഥിൽ നിന്ന് ബദ്രിനാഥിലേക്ക് ഹെലികോപ്റ്റർ സർവീസുകൾ ലഭ്യമാണ്. ഇതിനായി IRCTC ഹെലികോപ്റ്റർ യാത്ര പോർട്ടൽ വഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളായിട്ട് പറഞ്ഞത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ചാർധാം യാത്രയ്ക്ക് ഉത്തരാഖണ്ഡ് ടൂറിസം രജിസ്ട്രേഷൻ നിർബന്ധമാണ്. രാത്രി കാലങ്ങളിൽ ഇവിടെ മലയോര പാതകൾ ഡ്രൈവിംഗ് അനുവദിക്കുന്നതല്ല. സാധാരണയായിട്ട് രാത്രി 8 മണി മുതൽ രാവിലെ 5 മണി വരെ യാത്ര അവർ അനുവദിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾ അതിരാവിലെ യാത്ര തുടങ്ങുന്നതാണ് നല്ലത്. മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതിനാൽ സെപ്റ്റംബർ പകുതിക്ക് ശേഷമുള്ള യാത്ര തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഞങ്ങൾ പോയ സമയത്ത് മണ്ണിടിച്ചിലുണ്ടായിരുന്നു, പക്ഷെ കുറവായിരുന്നു. എല്ലാ പ്രാവശ്യവും അങ്ങനെ ആവണമെന്നില്ല. കൂടുതൽ സെപ്റ്റംബർ പകുതിക്ക് ശേഷമുള്ള യാത്ര തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. കേദാർനാഥിൽ നിന്ന് രുദ്രപ്രയാഗ് വഴി ബദ്രിനാഥിലേക്കുള്ള യാത്ര ഒരു ആത്മീയ അനുഭവം മാത്രമല്ല, ഹിമാലയൻ പ്രകൃതി ഭംഗി നിറഞ്ഞൊരു അവിസ്മരണീയമായൊരു അനുഭവമാണ്. ഏകദേശം 220 കിലോമീറ്റർ അധികം ദൂരമുള്ള ഈ യാത്രയ്ക്ക് മലയോര പാതകൾ കാരണം 8 to 10 മണിക്കൂർ വരെ സമയമെടുത്തേക്കും. പക്ഷേ 2 ഹൈന്ദവ ക്ഷേത്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ യാത്ര തീർത്ഥാടകർക്ക് സവിശേഷമായ അനുഭൂതി നൽകുന്ന ഈ യാത്രയിലുടനീളം മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മഞ്ഞുമൂടിയ കൊടുമുടികളും അതുപോലെ മന്ദാകിനി അളകുന്ന നദികളും അത് സംഗമിക്കുന്ന ത്രിവേണി സംഗമവും നമുക്ക് സമ്മാനിക്കുന്ന മനോഹരമായ കാഴ്ചകളാണ്. ഈ ത്രിവേണി സംഗമം പഞ്ചപ്രയാഗങ്ങളിലൊന്നായ പ്രധാനപ്പെട്ട ആത്മീയ കേന്ദ്രമാണ്. പിന്നെ ഇവിടുത്തെ റോഡുകൾ, ഭൂരിഭാഗം റോഡുകളും നല്ല മികച്ചതാണെങ്കിലും ചില ഭാഗങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ യാത്രയ്ക്ക് കൂടുതൽ സമയമെടുക്കും. അപ്പോൾ അവിടുത്തെ നാട്ടുകാരെടുത്തോ അല്ലെങ്കിൽ പരിചയസമ്പന്നരായ ഡ്രൈവർമാരെടുത്തോ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് ആ റൂട്ടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരും. പരമാവധി അതിരാവിലെ തന്നെ രുദ്രപ്രയാഗിൽ നിന്ന് ബദ്രിനാഥിലേക്ക് യാത്ര ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ പർവ്വത പ്രദേശങ്ങളിലെ ഗതാഗതക്കുരുക്കും രാത്രികാല ഡ്രൈവിങ്ങിനുള്ള നിയന്ത്രണങ്ങളും ഉള്ളതിനാൽ പരമാവധി നേരത്തെ എത്തിച്ചേരാനായിട്ട് ശ്രമിക്കുക. പോകുന്ന വഴികളിൽ നമുക്ക് പല സ്ഥലത്തും റൂമുകളും അതുപോലെ ഹോം സ്റ്റേ അവൈലബിളുമാണ്. ഈ യാത്രയിൽ ഉത്തരാഖണ്ഡിലെ ഗർവാൾ ഹിമാലയത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യം മനോഹരമായിട്ട് ആസ്വദിക്കാനുള്ള സുവർണാവസരമാണ്. കാരണം യാത്രയിലുടനീളം മഞ്ഞു മൂടിയ ഹിമാലയൻ കൊടുമുടികളുടെ വിസ്മയിക്കുന്ന കാഴ്ചകൾ കാണാൻ പറ്റും. പ്രത്യേകിച്ച് സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ തെളിഞ്ഞിരിക്കുമ്പോൾ തൃശ്ശൂർ, നന്ദാദേവി തുടങ്ങിയ കൊടുമുടികൾ ദൂരെ നിന്ന് വരെ കാണാൻ പറ്റും. അതുപോലെ കേദാർനാഥ് താഴ്വരയിൽ നിന്ന് തുടങ്ങുന്ന മന്ദാകിനി നദി യാത്രയുടെ ആദ്യ പകുതിയിൽ നമ്മൾ അനുഗമിച്ചു വരും. ഈ നദിയുടെ തീരത്തുള്ള ചെറു പട്ടണങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതിനുശേഷം രുദ്രപ്രയാഗിൽ വെച്ചിട്ട് അതിവേഗം ഒഴുകുന്ന ഒരു മന്ദാകിനി നദിയായിട്ട് അത് മാറും. അതിനുശേഷം അളകനന്ദയിൽ സംഗമിക്കുന്ന സ്ഥലം കാണാം. ഈ സംഗമസ്ഥാനം ആത്മീയമായിട്ടും പ്രകൃതിപരമായിട്ടും വളരെ പ്രാധാന്യമുള്ളതാണ്. അങ്ങനെ ഗുപ്തകാശിൽ നിന്ന് രാവിലെ ആരംഭിച്ച ഞങ്ങളുടെ യാത്ര ബദ്രിനാഥിന് ഒരു 50 കിലോമീറ്റർ മുമ്പായിട്ട് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. കാരണം 5 മണിയായി. പിന്നെ ഏകദേശം ഇരുട്ട് തുടങ്ങിയിരുന്നു. ഇനി അങ്ങോട്ടുള്ള റോഡുകളൊന്നും നമുക്കത്ര പരിചയമില്ല. അപ്പോൾ ഞങ്ങൾക്കൊരു ഹോം സ്റ്റേ കിട്ടി. അവിടെ നിന്നുള്ള രാവിലത്തെ വിഷ്വൽസൊക്കെ അടിപൊളിയായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ രാവിലെ എല്ലാം പാക്ക് ചെയ്ത് വീണ്ടും ബദ്രിനാഥിലേക്ക് യാത്ര തിരിച്ചു. രാവിലെ അത്യാവശ്യം മൂടൽമഞ്ഞും അതുപോലെ ചെറുതായിട്ട് മഴയും പെയ്തിരുന്നു.
പക്ഷേ കാഴ്ചകളൊക്കെ അതിഗംഭീരമായിരുന്നു. അതെ, ഗുപ്തകാശിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് ചോപ്ത വഴി കൂടി പോകാൻ പറ്റും. ഇതൊരു ചെറിയ വഴിമാറ്റമാണെങ്കിലും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. ഇവിടെയുള്ള പുൽമേടുകളും ദേവദാരു മരങ്ങളും നിറഞ്ഞ പ്രദേശം അതിമനോഹരമാണ്. മിനി സ്വിറ്റ്സർലാൻഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടെ നിന്നും മനോഹരമായ തുംഗനാഥ് ട്രക്കിംഗ് ആരംഭിക്കാം. അതുപോലെ ഇവിടുത്തെ ഗ്രാമീണ പ്രദേശങ്ങളും ജീവിത രീതിയും വളരെ മനോഹരമാണ്. വഴിയിലുള്ള ചെറിയ ഗ്രാമങ്ങളായ ഉക്കിമട്, ചമോലി എന്നിവിടങ്ങളിലെ ലളിതമായ ഗ്രാമീണ ജീവിത രീതിയും പരമ്പരാഗത ഉത്തരാഖണ്ഡി വാസ്തുവിദ്യയിലുള്ള വീടുകളും കാണാം. പിന്നെ പ്രസിദ്ധമായിട്ടുള്ള വാലി ഓഫ് ഫ്ലവേഴ്സ് ഈ റൂട്ടിലാണ്. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക്, അതായത് യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രമാണത്. ഇവിടെ വൈവിധ്യമാർന്ന പുഷ്പങ്ങളും മഞ്ഞുകൂടിയ ഹിമാലയൻ കൊടുമുടികളും വളരെ മനോഹരമായ കാഴ്ചയാണ്. ഈ സ്ഥലം ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലാണ്. ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് 3600 മീറ്റർ, അതായത് 11800 അടി ഉയരെ നിൽക്കുന്ന പ്രദേശമാണത്. ജൂൺ മുതൽ ഒക്ടോബർ വരെയാണ് ഈ പാർക്ക് സന്ദർശകരായിട്ട് തുറന്നു കൊടുക്കുന്നത്. ബാക്കി വർഷങ്ങളിലെ മറ്റു മാസങ്ങളിൽ കനത്ത മഞ്ഞുവീഴ്ച കാരണം ആ റൂട്ട് അടച്ചിടും. ഞങ്ങളുടെ ഈ ട്രിപ്പിൽ വാലി ഓഫ് ഫ്ലവേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ പോകാൻ ആഗ്രഹമുള്ളൊരു സ്ഥലമാണ്. കുഴപ്പമില്ല, ഇനിയും പോകാമല്ലോ. കാരണം നമ്മൾ ഒരു തവണ ഉത്തരാഖണ്ഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വരാനുള്ള ആഗ്രഹം കൂടും. കാരണം അത്രയും മനോഹരമായ സ്ഥലമാണ്. അതുകൂടാതെ സൗന്ദര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പീക്ക് ലെവലാണ്. ഈ വാലി ഓഫ് ഫ്ലവേഴ്സിൽ 500-ലധികം ഇനം പൂക്കളുണ്ടെന്നാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ: രാത്രി കാലങ്ങളിൽ താപനില 0 ഡിഗ്രിയിലോ അതിൽ താഴെ പോകാൻ സാധ്യതയുണ്ട്. അതിനാൽ കട്ടിയുള്ള കമ്പിളി വസ്ത്രങ്ങൾ കയ്യിൽ കരുതിയാൽ നന്നായിരിക്കും. അതുകൂടാതെ ഉയർന്ന പ്രദേശമായതിനാൽ ഓക്സിജൻ്റെ അളവ് വളരെ കുറവായിരിക്കും. അപ്പോൾ ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ എന്തെങ്കിലും അസ്വാഭാവികത തോന്നിക്കഴിഞ്ഞാൽ വൈദ്യസഹായം തേടുക. ഓക്സിജൻ സ്പ്രേ ഒക്കെ കൈ കരുതുന്നത് നന്നായിരിക്കും. പിന്നെ ചാർധാം ദർശനത്തിനായിട്ട് രജിസ്ട്രേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ദർശനത്തിനായിട്ട് ചാർധാം രജിസ്ട്രേഷൻ പോർട്ടൽ വഴി ലഭിച്ച ആ സ്ലോട്ട് കൃത്യമായിട്ട് കൈ കരുതേണ്ടതാണ്. ഞങ്ങൾ 1 മണിക്ക് മുമ്പായിട്ട് അവിടെ എത്താനുള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നു. കാരണം 1 മണിക്ക് ശേഷം നട അടച്ചു കഴിഞ്ഞാൽ പിന്നെ 4 മണിക്കാണ് ക്ഷേത്രം തുറക്കുക. അപ്പോൾ ഞങ്ങളുടെ ഐറ്റിനറി ഫുള്ള് തെറ്റും. കേദാർനാഥ് ബദ്രിനാഥ് റൂട്ടിൽ ഇതുകൂടാതെ കുറച്ചധികം സ്ഥലങ്ങൾ സന്ദർശിക്കാനുണ്ട്. ഭൈരവനാഥ് ക്ഷേത്രം, അതുപോലെ ത്രിയുഗി നാരായണ ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങൾ ഈ റൂട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൈരവനാഥ് ക്ഷേത്രം അത് കേദാർനാഥ് ക്ഷേത്രത്തിന് സമീപം തന്നെയാണ്. പിന്നെ ത്രിയുഗി നാരായണ ക്ഷേത്രമുണ്ട്, അത് സോനപ്രയാഗിന് ശേഷമാണ്. അവിടെയാണ് ശിവപാർവതി വിവാഹം നടന്ന സ്ഥലമായിട്ട് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഈ ക്ഷേത്രങ്ങളൊക്കെ മിസ് ചെയ്യാതെ നോക്കുക. നിങ്ങൾ ഈ കാഴ്ച ഉണ്ടോ? ഇത് ആക്ച്വലി മണ്ണിടിയുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഉത്തരാഖണ്ഡ് ടൂറിസം അറേഞ്ച് ചെയ്ത ആളുകളവിടെ ഉണ്ടാവും. അപ്പോൾ അവരുടെ ഇൻസ്ട്രക്ഷനോട് കൂടി മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. ഇത്തരം വെല്ലുവിളികളൊക്കെ ഈ പ്രദേശങ്ങളിൽ ഉണ്ടാവും. അപ്പോൾ അതിന് തക്കതായ ആളുകളുടെ സഹായവും നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ 20 മിനിറ്റോളം വെയിറ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും യാത്ര തുടർന്നു. ഇനി ബദ്രിനാഥിലേക്ക് ആകെ കുറച്ച് ദൂരമേ ഉള്ളൂ. ഇതേപോലെ റോഡിൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ രുദ്രപ്രയാഗ് മുതൽ ജോഷിമഠ് വരെയുള്ള റോഡുകൾ താരതമ്യേന മികച്ചതാണ്. എന്നാലും മഴക്കാലങ്ങളിൽ മണ്ണിടിച്ചിലിന് എല്ലായിടത്തും സാധ്യത കുറച്ച് കൂടുതൽ തന്നെയാണ്. ബദ്രിനാഥ് എത്തിയിട്ട് അവിടുത്തെ മന വില്ലേജിലൊക്കെ പോകാമെന്ന് പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷേ സമയപരിമിതി മൂലം നമുക്ക് അവിടേക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ കേദാർനാഥിൽ നിന്ന് പുറപ്പെട്ട 1.5 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ബദ്രിനാഥിൻ്റെ മണ്ണിലേക്ക് എത്തി. ബദ്രിനാഥിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ തപസ് ഭൂമി എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. ഭഗവാൻ വിഷ്ണു ലോകനന്മയ്ക്കായിട്ട് കഠിന തപസ് ചെയ്ത സ്ഥലമാണിതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ലക്ഷ്മി ദേവി ബദ്രി എന്ന വൃക്ഷമായിട്ട് മാറി ഭഗവാന് തണൽ നൽകിയതിനാലാണ് ഈ സ്ഥലത്തിന് ബദ്രിനാഥ് എന്ന പേര് ലഭിച്ചത്. വൈഷ്ണവ വിശ്വാസപ്രകാരം ഭാരതത്തിലെ 8 സ്വയംഭൂ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഇവിടെ ദർശനം നടത്തുന്നത് പുനർജന്മത്തിൽ നിന്ന് മോക്ഷം നൽകുമെന്ന് ഭക്തർ വിശ്വസിക്കപ്പെടുന്നുണ്ട്. അതുകൂടാതെ നരനാരായണന്മാർ, അതായത് അർജുനൻ്റെയും കൃഷ്ണൻ്റെയും പൂർവ്വജന്മങ്ങളായ നരനും നാരായണനും ഇവിടെ തപസ് ചെയ്തിരുന്നെന്ന് പുരാണങ്ങൾ പറയുന്നുണ്ട്. ഇവർ തപസ് ചെയ്ത മലകളാണ് ക്ഷേത്രത്തിന് ഇരുവശമുള്ള നരനാരായണ പർവ്വതങ്ങൾ. ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലമായിട്ടാണ് ഇത് കരുതപ്പെടുന്നത്. 8-ാം നൂറ്റാണ്ടിൽ ആദിശങ്കരാചാര്യരാണ് അളകനന്ദ നദിയിലെ നാരദകുണ്ടിൽ നിന്ന് ഈ വിഗ്രഹം കണ്ടെടുത്ത്
ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തിയത്. ഇതോടെയാണ് ബദ്രിനാഥ് ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായി മാറിയത്. നിലവിലുള്ള ക്ഷേത്രം ഏകദേശം 15-ാം നൂറ്റാണ്ടിൽ ഗർവാൾ രാജാക്കന്മാർ നിർമ്മിച്ചതാണ്. ഭൂകമ്പങ്ങളും മഞ്ഞുവീഴ്ചയും കാരണം പലതവണ പുനർനിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ വർണ്ണാഭമായ മുൻഭാഗം ബുദ്ധവിഹാരങ്ങളുടെ മാതൃകയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് മലയാളികൾക്ക് വളരെ അഭിമാനമായിട്ടുള്ളൊരു കാര്യമാണ്. ചരിത്രപരമായിട്ട് കേരളത്തിൽ നിന്നുള്ള നമ്പൂതിരിമാരാണ്, അതായത് റാവൽജി എന്നറിയപ്പെടുന്ന നമ്പൂതിരിമാരാണ് ഇന്നും ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന പൂജകൾ നിർവഹിക്കുന്നത്. ഇത് ഭാരതത്തിൻ്റെ തെക്കും വടക്കും തമ്മിലുള്ള സാംസ്കാരിക ഐക്യത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. നിൽക്കുന്ന മലയുടെ അറ്റത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പതാക കാണാൻ പറ്റും. ബദ്രിനാഥിലേക്ക് കിടക്കാനുള്ള ഒരു പാലമാണ് ഈ കാണുന്നത്. ഈ താഴേക്കൂടെ ഒഴുകുന്നത് അളകനന്ദ നദിയാണ്. ഈ നദിയുടെ തീരത്തുള്ള തപ്തകുണ്ടിലെ ചൂടുവെള്ളം ശാസ്ത്രീയമായും അത്ഭുതമാണ്. ചുറ്റും മഞ്ഞു മൂടി കിടക്കുമ്പോഴും ഈ കുളത്തിലെ വെള്ളത്തിന് ഏകദേശം 45 ഡിഗ്രി വരെ ചൂടുണ്ടാകും. അങ്ങനെ ഞങ്ങളവിടുത്തെ പൂജകളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അത്യാവശ്യം കുറച്ച് പൂജാ സാധനങ്ങളൊക്കെ വാങ്ങി ബദ്രിനാഥിനെ ദർശിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡിൽ ബദ്രിനാഥിൻ്റെ ബാക്കി വിശേഷങ്ങളും കൂടാതെയുള്ള ബാക്കി ചരിത്രവും എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ഞങ്ങൾ അറിയിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്.